കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മളുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവിൻ്റെ അടുത്ത് ചെന്ന് കുടിക്കുന്നത് എന്താ? ജീവജലത്തിൻ്റെ അരൂപി. ജീവജലത്തിൻ്റെ അരൂപിയെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നത് എവിടെ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തി പരിശുദ്ധാത്മാവിലൂടെയാണ് എല്ലാം ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ്, വംശപരമ്പര ഇല്ലാത്തവനാണ്, അപ്പനോ അമ്മയോ ആരും ഇല്ലാത്തതാണ്. അപ്പം ആദ്യം മുതലേ ഉള്ളതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് ആദ്യവുമില്ല അവസാനവുമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കും. അതാരിലാണ് പ്രവർത്തിക്കുന്നത്? ദാഹിക്കുന്നവരിൽ. ഹല്ലേലൂയ. ദാഹിക്കുന്നവൻ വരട്ടെ, ജീവജലത്തിൻ്റെ അരുവി എന്നിൽ നിന്നും വന്ന് കുടിച്ചോട്ടെ. ഹല്ലേലൂയ. അപ്പം ജീവജലത്തിൻ്റെ അരുവി ഓരോ ജീവിതത്തിലേക്ക് ഒഴുകി വരുമ്പോൾ അവൻ എന്താ കിട്ടുന്നത്? അവന് വിശുദ്ധ വചനം പ്രസ്താവിക്കാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. ഹല്ലേലൂയ. അവന് ആരോഗ്യവും ബലവും ശക്തിയും തൻ്റെടവും കിട്ടും. ഹല്ലേലൂയ. ഭയമില്ലാതെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന വിശുദ്ധ ലിഖിതം നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ദൈവത്തിനോട് ഒപ്പമായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഏറ്റവും വലിയ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നല്ല മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. യേശുവെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവിനെ നമ്മൾ നിരന്തരം സ്തുതിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴും നമുക്ക് എല്ലാ നന്മകളും കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. അപ്പോൾ യേശു പറഞ്ഞത് എന്താ? ആർക്കെങ്കിലും ദാഹിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി ദാഹിക്കണം. യേശുവിൻ്റെ മകനാകണം, യേശുവിൻ്റെ മകളാകണം. അങ്ങനെ ദാഹിക്കുന്നവർക്ക് ജീവജലത്തിൻ്റെ അരൂപി നൽകും യേശു. ഹല്ലേലൂയ. 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 എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് കുടിക്കട്ടെ. യേശുവിൻ്റെ പറ്റിയിരിക്കണം, യേശുവിൻ്റെ ചാരെ ഇരിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ഇളകി വന്നാലും കർത്താവിൻ്റെ മക്കളെ ചലിക്കാൻ പോകരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കൾ ധൈര്യമായി കർത്താവിനെ പ്രഘോഷിക്കണം. ഇതെല്ലാം ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ നടക്കുന്നതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ സംഭവിക്കണം. ഇത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തല ഉയർത്തി നിൽക്കണം. ഹല്ലേലൂയ. ഈ തല ഉയർത്തി നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ കൃപകളും യേശുവിൽ നിന്ന് വാങ്ങിച്ച് മറ്റ് ജനത്തിനായി നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിവാത്സല്യക്കാരൻ നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഈ വചനത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കാനുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതിനാൽ, സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ജനങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല. സമയം വരും, യേശുവിനെ കേൾക്കാനുള്ള സമയം വരുന്നുണ്ട് മക്കളെ. എല്ലാവരും ധൈര്യമായിട്ടിരുന്നോ. ഒരു വചനം കേൾക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു സമയം വരും മക്കളെ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവത്തിലായിരിക്കാം, ദൈവത്തിൻ്റെ മക്കളാകാം.
ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ കരുത്തിൽ നമുക്ക് താഴ്മയോട് നിൽക്കാം. ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്തുതി.